അമേരിക്കൻ സൈനിക സംവിധാനത്തിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ അക്രമാസക്തവുമായ മുഖമാണ് ഡെൽറ്റ ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഒന്നാം സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേഷണൽ ഡിറ്റാച്ച്മെന്റ് ഡെൽറ്റ. 1977 രൂപീകരിക്കപ്പെട്ട ഈ യൂണിറ്റ് ലോകത്തെവിടെയും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്താനും രഹസ്യ ഓപ്പറേഷനുകളിലൂടെ ഭീതി വിതയ്ക്കാനുമാണ് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ബ്രിട്ടീഷ് SAS മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട ഈ വിഭാഗം കുന്തത്തിന്റെ മാരകമായ അഗ്രമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും പരമാധികാരമുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തോക്കിൻ മുനയിലൂടെ ഇടപെടാനുള്ള അമേരിക്കയുടെ സാമ്രാജ്യത്വ ആയുധമായാണ് അന്താരാഷ്ട്ര സമൂഹം ഇവരെ കാണുന്നത്. ഡെൽറ്റ ഫോഴ്സിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് വലിയ പരാജയങ്ങളുടെയും അനാവശ്യമായ രക്തച്ചൊരിച്ചിലുകളുടെയും കഥ കൂടിയാണെന്ന് വ്യക്തമാകും. 1979 ഇറാനിൽ നടന്ന ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്ന ദൗത്യം ദയനീയമായി പരാജയപ്പെട്ടത് മുതൽ 1993 സൊമാലിയയിലെ മൊഗാദിഷുവിൽ ഡെൽറ്റ ഓപ്പറേറ്റർമാർ കൊല്ലപ്പെട്ട സംഭവം വരെ ഇവരുടെ അമിത ആത്മവിശ്വാസത്തിന്റെ തെളിവുകളാണ്. ഇറാഖിൽ സദ്ദാം ഹുസൈനെ പിടികൂടിയതോ സിറിയയിൽ അൽ ബഗ്ദാദിയെ വധിച്ചതോ ആയ ദൗത്യങ്ങൾ പോലും ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നൽകിയത് സമാധാനമല്ല, മറിച്ച് ദശകങ്ങൾ നീണ്ടു നിൽക്കുന്ന അശാന്തിയാണ്. ഭീകരവിരുദ്ധതയുടെ പേരിൽ മറ്റു രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരെ വേട്ടയാടുന്നത് അമേരിക്കയുടെ സ്ഥിരം ഗുണ്ടാശൈലിയായി മാറിക്കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വിവാദ പ്രഖ്യാപനം ചർച്ചയാവുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെയും ഭാര്യയെയും പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ അതൊരു പരമാധികാര രാജ്യത്തിനെതിരായ നഗ്നമായ യുദ്ധപ്രഖ്യാപനമായി മാറുകയാണ്. ശനിയാഴ്ച പുലർച്ചെ നടത്തിയ ഈ വലിയ തോതിലുള്ള ആക്രമണം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിനെയും പുല്ലുവില കൽപ്പിക്കുന്ന അമേരിക്കൻ അഹങ്കാരത്തിന്റെ ഉദാഹരണം കൂടിയാണ്. ഇതൊരു മികച്ച ഓപ്പറേഷനാണെന്ന് ട്രംപ് വിശേഷിപ്പിച്ചത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ലോകം മുഴുവൻ ഉപദേശിക്കാൻ ഇറങ്ങുന്നവർ ഒരു ഭരണത്തലവനെ തട്ടിക്കൊണ്ടുപോയിട്ട് അതിനെ മികവെന്ന് വിശേഷിപ്പിക്കുന്നത് ശുദ്ധമായ ഇരട്ടത്താപ്പ് കൂടിയാണ്. മഡ്യൂറോയുടെയും ഭാര്യയുടെയും ജീവനെക്കുറിച്ച് വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് പോലും ഒരു അറിവുമില്ല എന്ന വസ്തുത അമേരിക്ക എത്രത്തോളം അപകടകരമായാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ്. ഇരുവരുടെയും ജീവന്റെ തെളിവ് ആവശ്യപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കനത്ത ആഘാതം കൂടിയാണ്. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി പോലുമില്ലാതെ ഇത്തരമൊരു ആക്രമണം നടത്തുന്നത് അമേരിക്കൻ ജനാധിപത്യത്തിനുള്ളിൽ പോലും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സമാധാനത്തിന്റെ വക്താക്കളായി അഭിനയിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലെ ജനാധിപത്യത്തെ തകർക്കാൻ സൈന്യത്തെ വിടുന്നത് അമേരിക്കയുടെ പഴയ സാമ്രാജ്യത്വ തന്ത്രം കൂടിയാണ്. മഡ്യൂറോയെ പിടികൂടിയെന്ന് അവകാശപ്പെടുമ്പോഴും അതിന്റെ തെളിവുകൾ പുറത്തുവിടാത്തത് ലോക സമൂഹത്തെ അനിശ്ചിതത്വത്തിലാഴ്ത്തുന്നുണ്ട്. ശക്തിയെ നീതിയാക്കി മാറ്റുന്ന ഈ ട്രംപ് മോഡൽ രാഷ്ട്രീയം വെനസ്വേലയെ മാത്രമല്ല ആഗോള സമാധാനത്തെ തന്നെയാണ് മുൾമുനയിൽ നിർത്തുന്നത്.